ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അവലോകനം ചെയ്യാനെന്ന പേരിൽ ഇന്നലെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പക്ഷെ പങ്കെടുക്കാത്ത നേതാക്കളുടെ പേര് പറഞ്ഞിട്ടാണ് മാധ്യമങ്ങൾ പുതിയ കഥയുണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഇന്നലെ എടുത്ത നിലപാടുകൾ എങ്ങനെയാണ് പാർട്ടി വിലയിരുത്തുന്നത്? തീർച്ചയായും സിനുജി പറഞ്ഞതുപോലെ ഇന്നലെ മാധ്യമങ്ങളെല്ലാം കൂടെ ബി.ജെ.പി നേതാക്കന്മാരെ കാണുന്നു, അവിടെ കോർ കമ്മിറ്റി യോഗം നടക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ അവർ പോകുന്നത്. അപ്പോൾ ആദ്യം ഇവർ സുരേന്ദ്രനെ കാണുന്നു. സുരേന്ദ്രനെ കണ്ടപ്പോൾ സുരേന്ദ്രൻ അത് വളരെ ബലപ്രദമായിട്ടാണ് കൈകാര്യം ചെയ്തത്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ കുറേ അഭ്യൂഹങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞോളൂ, തള്ളിക്കോ ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യൂ, ഈ യോഗം കഴിയുന്നതോടുകൂടി നിങ്ങൾക്കത് മനസ്സിലാവും, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു ഗ്രൂപ്പ്, കൃഷ്ണദാസിന് ഒരു ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ ബി.ജെ.പിയെ പറ്റി യഥാർത്ഥത്തിൽ ഒന്നും അറിയില്ല, ഇതിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചോ ഇതിൻ്റെ കേന്ദ്ര നേതൃത്വത്തെക്കുറിച്ചോ നിങ്ങൾക്ക് യാതൊരു പിടിയുമില്ല എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അകത്തേക്ക് പോകുന്നത്. അതിനുശേഷമാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നത്. ശോഭാ സുരേന്ദ്രൻ വരുന്ന സമയത്ത് ഈ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുമെന്നുള്ള നിലയിൽ പിന്നെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്, അതായത് ബി.ജെ.പി അധ്യക്ഷൻ പറയേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതിലപ്പുറത്തേക്ക് യാതൊരു കാര്യവും പറയാനില്ല എന്ന് അവർ പറയുന്നു. അതിനുശേഷം അവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ചിന്ത ഈ ഇലക്ഷൻ കഴിഞ്ഞു, എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഇനി അടുത്ത പഞ്ചായത്ത് ഇലക്ഷനാണ്. ആ ഇലക്ഷനിൽ തൃശ്ശൂർ നഗരസഭയും, അതായത് തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും ഞങ്ങൾ പിടിച്ചിരിക്കും. ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ പറയുകയാണ്. അതെ, ഞങ്ങൾ പിടിച്ചിരിക്കും, 100% ഉറപ്പാണ്, ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനത്തിലാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും, ഞങ്ങൾക്ക് അതിൻ്റെതായ പിന്നെ യോഗങ്ങളുണ്ട്, അതിൻ്റേതായ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് ആ രീതിയിൽ പറയും. അതുപോലെ തന്നെ പിന്നെ ഈ അധ്യക്ഷൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്. ഇതിൽ ബി.ജെ.പിക്കകത്ത് പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും അതുണ്ട്. പക്ഷേ ബി.ജെ.പിയിലെ ചില പ്രയാസങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഇതിന് കാരണം. പക്ഷേ മീഡിയാസ് അതിനെ കൂടുതൽ വഷളാക്കിക്കൊണ്ട് ബി.ജെ.പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം കൂടെ മെയിൻ സ്ട്രീം മീഡിയാസ് നടത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പല വിമർശനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും ഈ തരത്തിൽ ആക്രമിക്കുക എന്ന് പറയുന്നത് ശരിയായൊരു നിലപാടല്ല. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഒരു ബ്രേക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ഇന്നലെ കെ സുരേന്ദ്രൻ കൊടുത്ത റിപ്പോർട്ട്, പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ കൊടുത്ത റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കെ സുരേന്ദ്രനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ പ്രസിഡന്റായിട്ട് തുടരാൻ കേന്ദ്ര നേതൃത്വം അനുവാദം കൊടുത്തിരിക്കുന്നതാണ് ആ ബ്രേക്കിംഗ് വന്നത്. അതോടുകൂടി ഈ മാധ്യമങ്ങളുടെ എല്ലാ പിന്നെ എന്താണ് പ്രചാരണവും പൊളിയുകയല്ലേ, എന്താ തോന്നുന്നത്? അതായത് ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. സ്വാഭാവികമാണല്ലോ, ഓരോ മണ്ഡലത്തിൽ ഓരോരുത്തർ പരാജയപ്പെടും. പക്ഷേ അന്നേരം മുതൽ ബി.ജെ.പി വലിയ പൊട്ടിത്തെറി, ബി.ജെ.പിയിൽ വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ദൃശ്യമാധ്യമങ്ങളടക്കം ആദ്യം ഒരു ചർച്ചയ്ക്ക് വഴിമരുന്നെടുത്തു. ആദ്യം ചെന്ന് ടി ശിവരാജൻ എന്ന് പറയുന്ന ഒരു ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അല്ല, ദേശീയ കൗൺസിൽ അംഗം. അതെ, ഇപ്പോൾ തന്നെ അദ്ദേഹം മുൻ നഗരസഭയുടെ വൈസ് ചെയർമാനും. അപ്പോൾ അദ്ദേഹം പറയുന്നു, കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ശരിയല്ല, ഒരാൾക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാം. എന്നിട്ട് നേരെ പ്രഭാരിയായിരുന്ന പി രഘുനാഥ്, അദ്ദേഹം കോഴിക്കോട്ടാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല. പുള്ളി വളരെ പക്വതയോട് പറഞ്ഞു, ഞാൻ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി പ്രതികരണം എടുക്കാനായിട്ട് നഗരസഭാ ചെയർപേഴ്സണായ പ്രമീള ശശിധരൻ എടുത്തിരുന്നു. അപ്പോൾ പ്രമീള ശശിധരൻ പറയുന്നു, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കേന്ദ്രം അല്ലെങ്കിൽ കേരളം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനുവേണ്ടി നിന്നു. അപ്പോൾ ഒറ്റക്കെട്ടായി നിന്നതിനെയൊക്കെ എടുത്ത് മാറ്റി എഡിറ്റ് ചെയ്തു. ബാക്കി ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പ്രശ്നമുണ്ടെന്ന് ശിവരാജൻ പറഞ്ഞു, പ്രമീള പറഞ്ഞു, അവർ രണ്ടുപേരും രഘുനാഥിനെ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ വാർത്ത വരുന്നത്. ഇപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം എന്താ? കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണം. കുറേ ആളുകൾക്ക് താല്പര്യമുണ്ടാവും, കുറേ മാധ്യമങ്ങൾക്ക് താല്പര്യമുണ്ടാവും. അപ്പോൾ അതിന് പറ്റിയൊരു ആളെ കണ്ടെത്തണം. ഇതിനുവേണ്ടി കുറേ നടന്നു, വലുതായിട്ട് അത് ക്ലച്ച് പിടിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞാൽ ഈ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒക്കെ പങ്കെടുക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്ഥാന അവലോകന യോഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സുരേന്ദ്രൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സുരേന്ദ്രൻ പറയുന്നു, പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്ത് ഇന്നലെ വളരെ പക്വമായി ഞാൻ കാര്യങ്ങളൊക്കെ ഇടപെട്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതല്ലേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓരോ പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ടാവും, അത്തരം പ്രശ്നങ്ങളിൽ ഞാനാണ് ഉത്തരവാദിയെങ്കിൽ ഞാൻ മാറാൻ തയ്യാറാണ്, കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഉടനെ ബ്രേക്കിംഗ് വന്നു, കെ സുരേന്ദ്രൻ രാജിക്ക് സന്നദ്ധത അറിയിച്ചു. സത്യത്തിൽ അതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് വാർത്തകൾ സൃഷ്ടിക്കുന്നത് കൃത്യമായിട്ട് സുരേന്ദ്രൻ അറിയാം. ഇതിനുശേഷമാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നത്. പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ വൈകാരികമായി പ്രതികരിക്കുന്നത്, അല്ല നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇന്ന പ്രശ്നം ഉണ്ടായില്ലേ, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന രീതിയിൽ പറഞ്ഞാൽ അതിനെ സൂചന അങ്ങനെ വ്യാഖ്യാനം ചെയ്ത് മാധ്യമങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നു. പക്ഷേ ഇന്നലെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അവിടെ കൃത്യമായ പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെച്ചതായി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. എന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഞാൻ കൃത്യമായി നിർവഹിച്ചു, മാത്രമല്ല എൻ്റെ പ്രവർത്തനങ്ങൾ വീഴ്ച വന്നില്ല. എൻ്റെ ലക്ഷ്യം അവിടെ
പ്രവർത്തിക്കുക, പാർട്ടിയെ വിജയിപ്പിക്കുക എന്നുള്ള. ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിൽ ഞങ്ങൾ 2 കോർപ്പറേഷൻ വേറെ ലക്ഷ്യമിടുന്നുണ്ട്, അതിലേക്ക് ഞങ്ങൾ വരും. മാത്രമല്ല ഈ പാലക്കാട്ട് ഈ UDF ഇപ്പോൾ കിട്ടിയ കൗൺസിലർമാരുണ്ടല്ലോ, അതിനേക്കാൾ ഒരു കൗൺസിലറെങ്കിലും കൂടുതലായിട്ട് സൃഷ്ടിക്കാൻ പറ്റുമോ, വെല്ലുവിളിക്കുകയാണ്. വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. വളരെ പക്വതയോടെ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷവും മാധ്യമപ്രവർത്തകർ ഈ ചൊറിഞ്ഞ് വീണ്ടും ചോദ്യങ്ങൾക്കായി ചെന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, ഞാനൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നതല്ലേ, നിങ്ങളൊക്കെ എൻ്റെ അനിയന്മാരും അനിയത്തികളും അല്ലേ, ആ സ്നേഹത്തോടെ പറയണം, ഇച്ചിരി വഴി തരൂ, ഞാൻ ഒന്ന് പൊക്കോട്ടെ അല്ലേ. വളരെ തട്ടിമാറ്റിപ്പോയി അങ്ങനെ. അപ്പൊ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു വനിതാ നേതാവ്. ഇപ്പൊ നമുക്ക് എടുത്തു പറയാം, CPM-ലെ KK ശൈലജ കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്രയും അംഗീകാരം നേടിയ ഒരു വനിതാ നേതാവ് വേറെ ഇല്ല. അപ്പൊ ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും അവരുടെ വോട്ട് വിഹിതം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാറുണ്ട്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ശോഭാ സുരേന്ദ്രൻ വലിയൊരു സ്വാധീനമുണ്ട്. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ നാളെ BJPയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരും. അപ്പോൾ സുരേന്ദ്രൻ മാറ്റും, ആ രീതിയിൽ ശോഭ എന്തെങ്കിലും പറയും. ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. മാത്രവുമല്ല, പറയാനുള്ള കാര്യങ്ങളൊക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. വേറൊരു വിവാദം ഉണ്ടാക്കാൻ നോക്കിയില്ല. അതായത് ഇന്നലെ എന്തോ കാരണവശാൽ മീറ്റിംഗിൽ പങ്കെടുക്കാതെ പോയ MT രമേശും കൃഷ്ണദാസിനെയും ചേർത്ത് വെച്ചുകൊണ്ട് വൻ വിഭാഗീയത എന്ന് പറയാൻ നോക്കി. പക്ഷെ അതും പൊളിഞ്ഞു. അതായത് കൃഷ്ണദാസ് പങ്കെടുത്തില്ല, MT രമേശ് പങ്കെടുത്തില്ല, N രാധാകൃഷ്ണൻ പങ്കെടുത്തില്ല, ഇവർ വിട്ടു നിൽക്കുന്നു. അതോടുകൂടി ചർച്ചയിൽ വലിയ പ്രശ്നം. ഇപ്പൊ രമേശ് തന്നെ പിന്നീട് ഒരു കുറിപ്പിൽ ഇറക്കിയിട്ട് പറഞ്ഞു, ഇത് എല്ലാ നേതാക്കളും പങ്കെടുക്കേണ്ട ഒരു നിർബന്ധിത മീറ്റിംഗ് ആയിരുന്നില്ല, എനിക്ക് പാർട്ടി വേറൊരു ചുമതല തന്നിരുന്നു, ഉത്തരവാദിത്തം തന്നു, അവിടേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാനത് പങ്കെടുത്തില്ല. മാത്രവുമല്ല, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJP മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്തം നൽകിയ ആളുകൾ അവരുടെ പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അല്ലാതെ ഞങ്ങൾ മനഃപൂർവ്വം വിട്ടതെന്നല്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ നടന്നാലും അതിൽ ചില ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അവർ നേരത്തെ കത്ത് മൂലം അറിയിക്കും, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് അവധിക്ക് അപേക്ഷിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ സുരേന്ദ്രനിൽ നിന്നോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനിൽ നിന്നോ ഒന്നും കിട്ടാതെ വന്നപ്പോൾ എങ്കിൽ ഇവർ മാറി നിൽക്കുന്നു, ഈ പക്ഷം വേറെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതും പരാജയപ്പെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ മൊത്തം BJP വിട്ടു. ഈ BJP പിടിച്ചിട്ട് കാര്യമില്ല. കാരണം തന്നെ നിയോഗിച്ചത് കേന്ദ്ര നേതൃത്വമാണെന്ന് സുരേന്ദ്രൻ വളരെ ക്ഷോഭമൊന്നുമില്ലാതെ പറയുന്നുണ്ട്. മാത്രമല്ല, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ സമചിത്തതയോടെ കൃത്യമായ ഉത്തരം നൽകുകയും ചെയ്തു. ഇനി ശോഭാ സുരേന്ദ്രനെ പിടിച്ചതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നു, K സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നുണ്ട്, എനിക്ക് തന്ന ചുമതലകൾ ഞാൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്, അദ്ദേഹം തന്നെ പറഞ്ഞതാണല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പഴിചാരൽ പ്രതീക്ഷിച്ചവർ നിരാശരായിപ്പോയി. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ വെച്ചിട്ട് ചില അജണ്ടകൾ സൃഷ്ടിക്കാമെന്നായിരുന്നു കൃത്യമായി മാധ്യമങ്ങൾ പരിശ്രമിച്ചത്. പക്ഷെ അതിനെ അവർ കൃത്യമായിട്ട് പൊളിച്ചടുക്കുകയും ചെയ്തു. അതോടുകൂടി പിന്നെ മുന്നോട്ട് പോകാൻ സ്റ്റെപ്പില്ല. ഇതുവരെ പ്രമീള ശശിധരൻ അങ്ങനെ പറഞ്ഞു, മറ്റേ ശിവരാജൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ്. ഒടുവിൽ BJP പറഞ്ഞു, എല്ലാവരുടെയും പരസ്യ പ്രതികരണം നിർത്തുക, BJPയുടെ സംസ്ഥാന നേതൃത്വം ആലോചിച്ചിട്ട് മതി അത്തരം പരസ്യ പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം നിന്നും. പിന്നീട് എന്താ പറഞ്ഞത്? ഈ കൗൺസിലർമാർക്കെതിരെ നടപടിയെടുക്കും. ഏതാ? BJPയിലെ കുറച്ച് കൗൺസിലർ, ഇവരെ പുറത്താക്കും. അപ്പോൾ അടുത്ത വിവാദമായല്ലോ. ഒരു നടപടി ഉണ്ടായില്ല. അത്തരം കാര്യങ്ങളൊന്നും എടുക്കണമെന്ന് BJP തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. കാരണം വളരെ പെട്ടെന്ന് തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഇത്തരം ഒരു നടപടി ഉണ്ടായാലോ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല, ഇപ്പോൾ മത്സരിക്കുന്ന കൗൺസിലർമാർ തന്നെയാണ് വീണ്ടും അടുത്ത തവണ മത്സരിക്കുന്നത്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരാൾക്ക് 1-2 അവസരം കിട്ടിയാൽ അയാൾ മാറിയിട്ട് അടുത്തൊരാൾക്ക് അവസരം കൊടുക്കും. ഒരു പുരുഷൻ മത്സരിച്ച സ്ഥലമാണെങ്കിൽ അവിടെ ചിലപ്പോൾ സ്ത്രീ സംവരണമായിരിക്കും, ചിലപ്പം ജാതി സംവരണം ഉണ്ടാവും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സ്ഥാനാർത്ഥികൾ മാറി പറയാം. അപ്പോൾ കേരളത്തിലെ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളർന്നു വരുന്നു എന്ന് മാധ്യമങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 സീറ്റിലും CPM പരാജയപ്പെട്ടു. ഏതെങ്കിലും മാധ്യമം MV ഗോവിന്ദൻ രാജിവെക്കണം, MV ഗോവിന്ദന്റെ സ്ഥാനം തെറിക്കാൻ പോകുന്നു വാർത്ത കൊടുത്തില്ല. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ലക്ഷ്യം എന്താ? BJP എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ കുറേ ആഭ്യന്തര പ്രശ്നമുണ്ടെന്നും ഈ പ്രശ്നം മൂലം അവിടെ വലിയ പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നും വാർത്ത കൊടുത്തെങ്കിൽ മാത്രമേ ആ പാർട്ടിയെ തകർക്കാൻ കഴിയുള്ളൂ. അപ്പം മാധ്യമങ്ങളും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് നിന്നും BJP തകർക്കാൻ ശ്രമിക്കുന്നു. കുറെ കാലമൊക്കെ അത് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ കാലാകാലങ്ങളിൽ അത് വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ലോ. ഇപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MP കേരളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ മികവ് കൊണ്ടുകൂടിയാണ്, അല്ല BJPയുടെ മാത്രം കഴിവാണെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുന്ന പോലെ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അവർക്ക് വ്യക്തിപരമായ കുറെ സ്വാധീനവും അവരും മികച്ച നേതാക്കളാണെന്നും പറയാൻ കഴിയുമെങ്കിൽ BJPക്കും വിജയിക്കാൻ കഴിയും. ചേലക്കരയിൽ 10,000 വോട്ട് കൂടിയില്ലേ? അതാരും പറയുന്നില്ല. ഈ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു മഹാരാഷ്ട്രയിൽ BJP
വീണ്ടും ഭരണത്തിലേക്ക് എത്തിയില്ലേ? നിങ്ങളെന്താ അത് ചർച്ച ചെയ്യാത്തത്? യു പിയിൽ, മഹാരാഷ്ട്രയിൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പ്, അതെ, യു പിയിൽ, രാജസ്ഥാനിലെ, ബീഹാറിലൊക്കെ ജയിച്ചു. എന്നിട്ട് എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? അതിനെക്കുറിച്ച് അറിയില്ല. കേരളത്തിലെ BJP ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞത്. സത്യത്തിൽ കേരളത്തിൽ അത് പാലക്കാട് BJPയുടെ MLA അല്ല പാലക്കാടുള്ളത്. അല്ല, നിലവിലെ MLA പോലും അല്ല. അപ്പോൾ സിറ്റിംഗ് സീറ്റിൽ തോക്കുന്ന പോലെയാണ്. ശരിയാണ്, വോട്ട് ശതമാനം കുറഞ്ഞു, 1.5% കുറഞ്ഞെങ്കിൽ അതവർ തെറ്റിതിരുത്തട്ടെ. അല്ലാതെ BJP ഇവിടെ തകർന്ന് തരിപ്പണമായി എന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് പിന്നെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ അത് കൃത്യമായി അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കൾ വളരെ പക്വതയോടെ പ്രതികരിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വിവാദം ഉണ്ടാക്കാനുള്ള പുതിയ എലമെന്റ് ഒന്നും അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് BJP അവർ വിട്ടുപിടിച്ചു. അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ BJPക്ക് വളർച്ച ഉണ്ടാകും. മാത്രമല്ല, മാധ്യമങ്ങളുടെ അജണ്ട ജനങ്ങളുടെ മുന്നിൽ പതിയെ പതിയെ പൊളിഞ്ഞു വീഴുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? 100% ആ മാധ്യമങ്ങളുടെ അജണ്ട പൊളിയും. കാരണം BJPയിൽ വിമർശിക്കേണ്ടവർ വിമർശിക്കും. പക്ഷേ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് മാധ്യമങ്ങൾ നടത്തുന്നതെങ്കിൽ അതിനൊപ്പം ഇവർ നിൽക്കുമെന്നവരുടെ ആരെങ്കിലുമൊക്കെ നിൽക്കുമെന്നുള്ള ധാരണ മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്ന് തന്നെയാണ്.